മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ നമുക്ക് വളരെ ഈസിയാണ് അല്ലേ. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് രീതിയിൽ ഓരോ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് പോകണോ എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചാലും അതൊന്നും നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് നമുക്ക് സെൽഫ് ഡിസിപ്ലിന്റെ കുറവുണ്ട്. അതോടൊപ്പം തന്നെ വിൽ പവർ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇല്ലാത്തത് കൊണ്ടുമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില ഹാബിറ്റുകൾ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പാർട്ട് ആക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മോഡേൺ ലൈഫിലും നമുക്ക് ഈ സെൽഫ് ഡിസിപ്ലിനും അതോടൊപ്പം തന്നെ വിൽ പവറും ഒക്കെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൈൻഡിനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും. സ്റ്റോപ്പ് ലിസണിങ് ടു ഗോസിപ്പ്. മറ്റുള്ളവര് എന്തെങ്കിലുമൊക്കെ ഗോസിപ്പുകൾ പറയുമ്പോൾ നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യുക അല്ലെങ്കിൽ അത് കേൾക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവിൽ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും എന്നെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല, ഞാൻ ഇതൊക്കെ കേൾക്കുന്നതല്ലേ ഉള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ പോലും അറിയാതെ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആകുന്നുണ്ട്. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള നെഗറ്റിവിറ്റി നമുക്ക് കൊണ്ടുതരാനായിട്ട് ഇടയാക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മുടെ വിൽ പവർ കൂട്ടാനും നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിലും ഫോക്കസ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്, എവിടെ ഗോസിപ്പ് പറയുന്നോ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആവാം, ഒന്നെങ്കിൽ നമുക്ക് ആ ടോപ്പിക് അവിടെ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ഒരു വിഷയം അവരോട് സംസാരിക്കാം. എന്നിട്ടും അവരത് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറുക. ഇങ്ങനെ ഗോസിപ്പുകളും അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകളിൽ നിന്നും നമ്മൾ അകലം പാലിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ല പോസിറ്റീവ് എനർജി കൊണ്ടുതരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. മേക്ക് ഫേം ഡിസിഷൻസ്. നമ്മുടെ ലൈഫിൽ വേണമെന്ന് നമുക്ക് തോന്നുന്ന തീരുമാനങ്ങൾ കൃത്യതയോടുകൂടി നമ്മൾ ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ജങ്ക് ഫുഡ്സ് അല്ല ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഇനി മുതൽ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ പരമാവധി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഹാബിറ്റ് ഫോളോ ചെയ്യും എന്നുള്ള ഒരു ഡിസിഷൻ, ഒരു ഫേം ഡിസിഷൻ എന്ന് ഞാൻ പറയും. ആ ഒരു തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫുഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ പോലും നമ്മൾ നമ്മളോട് പറയണം, ഇല്ല ഞാൻ ആ ഒരു തീരുമാനം എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫുഡ് ഐറ്റംസ് കഴിക്കില്ല എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ഒരല്പം ഈസി ആയിട്ട് തോന്നിയാലും പ്രാവർത്തികമാക്കാൻ വളരെയേറെ ഡിഫിക്കൽറ്റി ഉള്ള ഒരു സിറ്റുവേഷൻ അല്ലെ, ഹാൻഡിൽ ചെയ്യാൻ പാടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരേ ഒരു തവണ നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെ നമ്മൾ എടുത്ത ഒരു തീരുമാനത്തെ മറികടക്കുന്ന ഒരു സിറ്റുവേഷനോട് നോ പറയാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സെൽഫ് റെസ്പെക്റ്റും ഒക്കെ വളരെ വലുതാണ്. അത് തുടർന്നും ആ ഒരു ഡിസിഷൻ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ അവരാണെങ്കിലും നമ്മളെ ഇത്തരത്തിലുള്ള ഫുഡ് കഴിക്കാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാലും നമ്മൾ നോ പറയുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒന്ന് മാറി വേണമെങ്കിൽ നിൽക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ ബൗണ്ടറീസ് എന്താണ്, ആ നമ്മളുടെ ഫ്രണ്ടിനാണെങ്കിലും അവൻ കഴിക്കില്ല അല്ലെ അവൾ അത് വേണ്ടാഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർബന്ധിക്കേണ്ട എന്നുള്ള നമ്മുടെ ആ ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി അവർക്ക് മനസ്സിലാകാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പ്രാക്ടീസ് ഡെയിലി സൈലൻസ്. നമ്മുടെ വിൽ പവർ കൂട്ടാൻ ഏറ്റവും അധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിൾ പക്ഷേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഹാബിറ്റ് ആണ് സൈലൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ദിവസവും ഒരു നിശ്ചിത സമയം, കൃത്യമായിട്ടുള്ള ഒരു സമയമായിരിക്കും. അത് രാവിലെ എഴുന്നേൽക്കുന്ന ആ ഒരു ടൈമില്, കാരണം അധികം ഡിസ്ട്രാക്ഷൻസ് ഒച്ചയോ ബഹളമോ ഒന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സൈലൻസിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പാവാം, ഏത് സമയമാണോ നമുക്ക് പറ്റുന്ന ആ ഒരു സമയം കുറച്ച് സമയം വെറുതെ നമ്മൾ ഇരിക്കുക. ആ ഒരു ടൈമിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു തിരുത്തലുകൾ വേണ്ടത്, ഞാൻ ഇന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പെരുമാറുന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് വരുത്തണമായിരുന്നു, ഇങ്ങനെയുള്ള പല പല ചിന്തകൾ ആ ഒരു സൈലൻസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മളുടെ സ്വഭാവത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലും ഒക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുതരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബി മൈൻഡ്ഫുൾ ഓഫ് യുവർ ഡയറ്റ്. ഭക്ഷണം എന്ന് പറയുന്നത് വിശപ്പകറ്റാൻ മാത്രമുള്ള ഒരു ഉപാധിയായിട്ട് കാണാതെ നമ്മൾ കഴിക്കുന്ന ഫുഡിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നതും നമ്മളുടെ മൈൻഡിനും ബോഡിക്കും ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നത് മൊബൈലിൽ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടോ നമ്മൾ പോലും എന്താണ് കഴിക്കുന്നതെന്ന് അറിയാതെയായിരിക്കും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് നമ്മളുടെ 5 സെൻസ് ഓർഗൻസിനെയും യൂസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ കഴിക്കുന്ന ആ ഒരു ടൈമിൽ മൊബൈലും മറ്റുള്ള ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു ഫുഡിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് അത് എൻജോയ് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നമ്മളുടെ ബോഡിക്കും മൈൻഡിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്ന ഒന്നാണ്.
ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ ആണ് യെറ്റ് പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റുകൾ എല്ലാം നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം നമ്മളുടെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഒരു ഇച്ഛാശക്തി വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നേടണം, മറ്റുള്ളവരൊക്കെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നുണ്ട് എന്നൊക്കെ ചിന്തിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട്, ഞാൻ കുറച്ച് പരിശ്രമിച്ചെങ്കിലും അല്ലെങ്കിൽ എനിക്ക് സന്തോഷം തരുന്ന ചില കാര്യങ്ങളൊക്കെയും ചില സന്ദർഭങ്ങളിൽ നോ പറഞ്ഞെങ്കിൽ മാത്രമേ എൻ്റെ വിൽ പവർ കൂട്ടാനും എൻ്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും എനിക്ക് സാധിക്കൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തല് നമ്മളോട് തന്നെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാനും അതോടൊപ്പം തന്നെ വിൽ പവർ അച്ചീവ് ചെയ്യാനും അതുവഴി സക്സസിലേക്ക് എത്തിച്ചേരാനും നമുക്ക് സാധിക്കും.